പൗരസ്ത്യ കൽദായ സുറിയാനി സഭയുടെ 121 പാത്രിയാർക്കീസായി ഇറാഖ്, റഷ്യ രാജ്യങ്ങളുടെ മെത്രാപ്പൊലീത്ത മാർ ഗീവർഗീസ് ലേവിയെ തെരഞ്ഞെടുത്തു. പട്ടാഭിഷേക ചടങ്ങുകൾ ഈ മാസം 27-ന് ഇറാഖിലെ എർബിലിനിൽ. തന്നെ തെറ്റായി വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്ന കോൺഗ്രസുകാർ മലർന്നു കിടന്ന് തുപ്പുകയാണെന്ന് സഹകരണ വകുപ്പ് മന്ത്രി സി എൻ ബാലകൃഷ്ണൻ. പാർട്ടിക്ക് ദോഷമുണ്ടാക്കുന്ന യാതൊന്നും താൻ ചെയ്തിട്ടില്ലെന്നും മന്ത്രി. തൃശൂരിലെ കോൺഗ്രസ് ഗ്രൂപ്പ് തർക്കം തീർക്കാൻ അങ്കമാലിയിൽ യോഗം ചേർന്നത് KPCC നേതൃത്വത്തിന്റെ അറിവോടെ. പ്രസിഡന്റ് VM സുധീരൻ വിട്ടുവീഴ്ചയ്ക്കൊരുങ്ങിയത് ഗ്രൂപ്പ് തർക്കം തീർക്കാൻ. പട്ടിക്കാട് സെന്ററിൽ CN ജയദേവൻ MP-യുടെ നേതൃത്വത്തിൽ ഏകദിന സത്യാഗ്രഹ സമരം നടത്തി. മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാതയുടെ പുനർനിർമ്മാണം വൈകുന്നതിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം. സാമൂഹിക പ്രശ്നങ്ങളിൽ ഇടപെടുകയും പ്രതികരിക്കുകയും ചെയ്യുന്നതാണ് ശരിയായ ജീവിതമെന്ന് സാമൂഹിക പ്രവർത്തക ദയാബായി. സാമൂഹിക പ്രശ്നങ്ങൾക്ക് നേരെ മലയാളികൾ മുഖം തിരിക്കുകയാണെന്നും ദയാബായി. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ആഗോള പൗരസ്ത്യ കൽദായ സുറിയാനി സഭയുടെ 121 പാത്രിയാർക്കീസായി ഇറാഖ്, റഷ്യ രാജ്യങ്ങളുടെ മെത്രോപൊലിത്തയായ മാർ ഗീവർഗീസ് ലേവിയെ തെരഞ്ഞെടുത്തു. ഈ മാസം 27-ന് ഇറാഖിലെ എർബിലിനിൽ പട്ടാഭിഷേക ചടങ്ങുകൾ നടക്കും. മാർ ഗീവർഗീസ് മൂന്നാമൻ എന്നാണ് പുതിയ പാത്രിയാർക്കീസ് അറിയപ്പെടുക. പരിശുദ്ധ സുനഹദോസിന്റെ 3-ാം ദിവസത്തിലാണ് പുതിയ പാത്രിയാർക്കീസിനെ തെരഞ്ഞെടുത്തത്. പാത്രിയാർക്കീസിന്റെ ചുമതല വഹിച്ചിരുന്ന ഇന്ത്യൻ സഭാ മേലധ്യക്ഷൻ ഡോക്ടർ മാർ അപ്രേ മെത്രോപൊലിത്തയുടെ അധ്യക്ഷതയിലാണ് തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തീകരിച്ചത്. പട്ടാഭിഷേക ചടങ്ങുകൾക്ക് മാർ അപ്രേ മെത്രോപൊലിത്ത മുഖ്യ കാർമ്മികത്വം വഹിക്കും. കുർദിസ്ഥാൻ പ്രധാനമന്ത്രി നജീവൻ ബർസാനി, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ക്രൈസ്തവ സഭാ അധ്യക്ഷന്മാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. ഡോക്ടർ മാർ അപ്രേ മെത്രോപൊലിത്തയെ പാത്രിയാർക്കീസായി തെരഞ്ഞെടുക്കുമെന്ന് ഇന്ത്യയിലെ കൽദായ സുറിയാനി സഭ വിശ്വാസികൾ ഏറെ പ്രതീക്ഷയർപ്പിച്ചിരുന്നു. തന്നെ തെറ്റായി വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്ന കോൺഗ്രസുകാർ മലർന്നു കിടന്ന് തുപ്പുകയാണെന്ന് സഹകരണ വകുപ്പ് മന്ത്രി സി എൻ ബാലകൃഷ്ണൻ പറഞ്ഞു. DCC പ്രസിഡന്റിന്റെ സാന്നിധ്യത്തിലായിരുന്നു മന്ത്രി സി എൻ ബാലകൃഷ്ണന്റെ പ്രസ്താവന. തൃശൂർ ടൗൺഹാളിൽ NGO അസോസിയേഷൻ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 63 വർഷമായി കോൺഗ്രസിന് വേണ്ടി ജീവിതം മാറ്റിവെച്ച വ്യക്തിയാണ് താൻ. പാർട്ടിക്ക് ദോഷമുണ്ടാക്കുന്ന യാതൊന്നും താൻ ചെയ്തിട്ടില്ല, ഇനി ചെയ്യുകയുമില്ല. നേരത്തെ DCC ഓഫീസിൽ മൃതദേഹം കയറ്റാൻ അനുവദിക്കാത്ത പ്രശ്നമായിരുന്നു തനിക്കെതിരെ ഉണ്ടായത്. ഇപ്പോൾ കൊലപാതക ആരോപണവും തനിക്കെതിരെ ഉയർത്തിയിരിക്കുകയാണ്. താൻ തെറ്റ് ചെയ്തിട്ടില്ലാത്തതിനാൽ തിരുത്തേണ്ട ആവശ്യമില്ല. എന്നാൽ തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ആയുധമായി മാറുകയാണെന്നും സി എൻ ബാലകൃഷ്ണൻ പറഞ്ഞു. ഒരു ശബ്ദം എന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല. കഴിഞ്ഞ 63 കൊല്ലം ഈ പാർട്ടിക്ക് വേണ്ടി നേതൃത്വം കൊടുക്കാതെ ചില പ്രസംഗങ്ങൾ, ചില കാര്യങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ചിട്ടുണ്ടാവാം. അത് ചെയ്ത ആൾക്കാർ തെറ്റുണ്ടെങ്കിൽ അത് അവർ തിരുത്തി മുന്നോട്ട് പോകും. എനിക്ക് തിരുത്തേണ്ട പ്രശ്നമൊന്നുമില്ല. ഞാൻ തിരുത്തേണ്ട സമയത്ത് തിരുത്തും. അങ്ങനെ തിരുത്തേണ്ട പ്രശ്നം എനിക്കിപ്പോൾ വന്നിട്ടില്ല. മാർക്സിസ്റ്റ് പാർട്ടി പറ്റി എനിക്ക് കുറിച്ചാണ്. കോൺഗ്രസ്സുകാർക്ക് പറയാമെന്ന് വെച്ചാൽ നിങ്ങൾ മറന്നു തുപ്പരുത്. നിങ്ങളെ പ്രാർത്ഥനയല്ല. ആരെങ്കിലും പത്രം വായിച്ചിട്ട് എന്തെങ്കിലും മനസ്സിൽ വലുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ കളഞ്ഞോള്. കോൺഗ്രസിന്റെ ക്ഷീണമുള്ള ഒരു കാര്യത്തിലും ഇതിലുണ്ടായിട്ടില്ല. പിന്നിൽ നിന്ന് കുത്തുന്ന PC ജോർജിനെ പോലുള്ളവർക്ക് UDF-ൽ സ്ഥാനമുണ്ടാകില്ലെന്ന് മുഖ്യാതിഥിയായ ചീഫ് വിപ്പ് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ പറഞ്ഞു. PC ജോർജിനെതിരെ പരാതി നൽകിയപ്പോൾ തരം താഴ്ന്ന രീതിയിലുള്ള പ്രതികരണമാണ് ഉണ്ടായത്. എന്നാൽ പരാതി നിലനിൽക്കുന്നതാണെന്ന് സ്പീക്കർ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഓരോ തെരഞ്ഞെടുപ്പിലും ഭരണമാറ്റമുണ്ടാകുന്ന സ്ഥിതിവിശേഷത്തിന് ഇത്തവണ മാറ്റം വരുമെന്നും കേരളം ഭരണ തുടർച്ചയ്ക്ക് കാത്തിരിക്കുകയാണെന്നും ഉണ്ണിയാടൻ പറഞ്ഞു. DCC പ്രസിഡന്റ് O അബ്ദുറഹ്മാൻകുട്ടി മുഖ്യപ്രഭാഷണം നടത്തി. NGO ജില്ലാ പ്രസിഡന്റ് KP ജോസ് അധ്യക്ഷത വഹിച്ചു. PA മാധവൻ MLA, മുൻമന്ത്രി KP വിശ്വനാഥൻ, KPCC ജനറൽ സെക്രട്ടറിമാരായ MP ജാക്സൺ, അഡ്വക്കേറ്റ് V ബാലറാം, ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ TV ചന്ദ്രമോഹൻ, യൂജിൻ മോറേലി തുടങ്ങിയവർ പങ്കെടുത്തു. പ്രതിനിധി സമ്മേളനം, സുഹൃത്ത് സമ്മേളനം എന്നിവയും സമ്മേളനത്തിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് TCV. തൃശൂരിലെ കോൺഗ്രസ് ഗ്രൂപ്പ് തർക്കം തീർക്കാൻ അങ്കമാലിയിൽ നടന്ന യോഗം KPCC നേതൃത്വത്തിന്റെ അറിവോടെയാണെന്ന് സൂചന. യോഗത്തിൽ പങ്കെടുക്കാൻ പോകും മുൻപ് ഗ്രൂപ്പ് നേതാക്കൾ KPCC പ്രസിഡന്റ് VM സുധീരനെ ഫോണിൽ ബന്ധപ്പെടുകയും അങ്കമാലിയിൽ യോഗം ചേരുന്ന കാര്യം അറിയിക്കുകയും ചെയ്തിരുന്നു. ചർച്ചയിലൂടെ പ്രശ്നങ്ങൾ തീരുന്നെങ്കിൽ തീരട്ടെ എന്ന് ഫോണിൽ ബന്ധപ്പെട്ട ഗ്രൂപ്പ് നേതാക്കളോട് സുധീരൻ പറഞ്ഞുവെന്നാണ് വിശ്വസനീയ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരം. DCC പ്രസിഡന്റ് O അബ്ദുറഹ്മാൻകുട്ടി, MLA-മാരായ PA മാധവൻ, ബെന്നി ബെഹനാൻ, VD സതീശൻ, K സുധാകരൻ, മുൻമന്ത്രി KP വിശ്വനാഥൻ, MP ജാക്സൺ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണ് തൃശൂരിൽ നടന്ന NGO അസോസിയേഷൻ യോഗത്തിൽ ഗ്രൂപ്പ് ഭേദമന്യേ മുഴുവൻ നേതാക്കളും പങ്കെടുത്തത്. അതേസമയം സമ്മേളനത്തിൽ DCC പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കൾ ഇരിക്കെ സമ്മേളനത്തിൽ പങ്കെടുത്ത മന്ത്രി സി എൻ ബാലകൃഷ്ണൻ തൃശൂരിലെ പ്രശ്നത്തിന്റെ പേരിൽ വികാരഭരിതനാവുകയും ചെയ്തു. എന്നാൽ മന്ത്രിയുടെ വികാരപ്രകടനത്തെ തുറന്നുപറച്ചിൽ മാത്രമായാണ് മറ്റു നേതാക്കൾ കാണുന്നത്.
മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാത 47ന്റെ ശോചനീയാവസ്ഥയിലും പുനർനിർമ്മാണം വൈകുന്നതിലും പ്രതിഷേധിച്ച് CN ജയദേവൻ MPയുടെ നേതൃത്വത്തിൽ പട്ടിക്കാട് ഏകദിന സത്യാഗ്രഹ സമരം നടത്തി. മണ്ണുത്തി വടക്കുംചേരി ദേശീയപാതയുടെ ശോചനീയാവസ്ഥ ഉടൻ പരിഹരിക്കണമെന്നും ഈ വിഷയത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അനാസ്ഥ അവസാനിപ്പിക്കണമെന്നും CN ജയദേവൻ MP ആവശ്യപ്പെട്ടു. മൂന്നാറിൽ കണ്ട പെൺശക്തി ഒരു മാതൃകയാണ്. ദേശീയപാതയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് സ്ത്രീകളടക്കമുള്ള മുഴുവൻ ജനങ്ങളും തെരുവിലിറങ്ങണമെന്നും MP അഭിപ്രായപ്പെട്ടു. മുഖ്യമന്ത്രിയും സ്ഥലം MLA MP വിൻസെന്റും ദേശീയപാത വിഷയം പരിഹരിക്കാൻ യാതൊരു ശ്രമവും നടത്തിയില്ല. തിരഞ്ഞെടുപ്പ് സമയത്തെ രാഷ്ട്രീയമല്ല വേണ്ടത്, മറിച്ച് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങണം. ഈ സമരം രാഷ്ട്രീയ പാർട്ടികൾക്ക് എതിരല്ല. ദേശീയപാത 47 വിഷയത്തിൽ അടിയന്തര നടപടി ഉണ്ടായില്ലെങ്കിൽ കേരളത്തിലെ എല്ലാ MPമാരും ഒറ്റക്കെട്ടായി ചേർന്ന് പാർലമെന്റിൽ സമരം നടത്തുമെന്നും MP കൂട്ടിച്ചേർത്തു. CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് സമരം ഉദ്ഘാടനം ചെയ്തു. CPM ഒല്ലൂർ ഏരിയ കമ്മിറ്റി അംഗം EM വർഗീസ് അധ്യക്ഷനായിരുന്നു. CPI സംസ്ഥാന കമ്മിറ്റി അംഗം രാജാജി മാത്യു തോമസ്, AIYF സംസ്ഥാന സെക്രട്ടറി K രാജൻ, CPM ഏരിയ സെക്രട്ടറി MM അവറാച്ചൻ, PS വിനയൻ, അഡ്വക്കേറ്റ് ജോൺസൺ, ന്യൂനപക്ഷ മോർച്ച ജില്ലാ പ്രസിഡന്റ് ജോണി പൊന്തക്കൻ, BJP SNDP ഭാരവാഹികൾ തുടങ്ങി വിവിധ രാഷ്ട്രീയ മതസംഘടനാ നേതാക്കൾ സമരത്തിൽ പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ. മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാതയുടെ ശോചനീയാവസ്ഥ ഉടൻ പരിഹരിക്കാൻ തയ്യാറായില്ലെങ്കിൽ ദേശീയപാത ഉപരോധിക്കുന്നത് അടക്കമുള്ള സമരങ്ങൾ നടത്തുമെന്ന് CN ജയദേവൻ MP പറഞ്ഞു. പട്ടിക്കാടിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദേശീയപാതയുടെ ശോചനീയാവസ്ഥയിലും പുനർനിർമ്മാണം വൈകുന്നതിലും പ്രതിഷേധിച്ച് നടത്തുന്ന ഈ സത്യാഗ്രഹ സമരം സൂചന മാത്രമാണെന്ന് MP വ്യക്തമാക്കി. MLA ഉണ്ട്, നിയമസഭാ സാമാജികൻ എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട MLA MP വിൻസെന്റ് ഉണ്ട്. ഈ പ്രദേശങ്ങളിലെ ഗ്രാമപഞ്ചായത്തുകൾ, ബ്ലോക്ക് പഞ്ചായത്തുകൾ ഉൾപ്പെടെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രസിഡന്റുമാരും ജനപ്രതിനിധികളുമുണ്ട്. മറ്റു തരത്തിൽ ഇതുമായി സഹകരിക്കാവുന്ന ധാരാളം പ്രസ്ഥാനങ്ങൾ ഈ പ്രദേശങ്ങളിലൊക്കെയുണ്ട്. അവരെല്ലാം കൂടി ആലോചിച്ചുകൊണ്ട് തന്നെ ദേശീയ ഹൈവേ ഉപരോധിക്കുന്ന ഒരു സമരത്തിലേക്ക് നീങ്ങാൻ നിർബന്ധിതമാകും എന്നുള്ളത് ഗവൺമെൻറ്റിന് മുന്നറിയിപ്പ് നൽകുകയാണ്. അത് കേവലം ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് സമരം എന്ന് ഇപ്പോൾ വിമർശനം കേട്ടുകൊണ്ടിരിക്കുന്നത് പോലെ നാഷണൽ ഹൈവേയിൽ ഒരു ദിവസം വന്നിരുന്ന് ഒരല്പസമയം നാഷണൽ ഹൈവേ തടയുക എന്നുള്ളതായിരിക്കില്ല സമരരൂപം. അതല്ലാത്ത രൂപത്തിലുള്ളൊരു സമരത്തിലേക്ക് നീങ്ങാൻ ഞങ്ങൾ നിർബന്ധിതരാകും എന്ന് ഇരു ഗവൺമെൻറ്റുകളെയും, സംസ്ഥാന കേന്ദ്ര ഗവൺമെൻറ്റുകളെ അറിയിക്കാൻ ഞങ്ങൾ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ്. ദേശീയപാതയുടെ അറ്റകുറ്റപ്പണി നടത്താൻ ചുമതലയുള്ള കരാർ കമ്പനിയെ കൊണ്ട് പണികൾ ചെയ്യിപ്പിക്കുന്നതിൽ സർക്കാരുകൾ പരാജയപ്പെട്ടു. സർക്കാരുകളെ പോലും വെല്ലുവിളിച്ചാണ് KMC കരാർ കമ്പനി മുന്നോട്ടു പോകുന്നത്. ഈ ദേശീയപാതയുടെ ശോചനീയാവസ്ഥ കേരളത്തിലെത്തിയ കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുടെ ശ്രദ്ധയിൽപ്പെടുത്താനും പ്രശ്നം പരിഹരിക്കാനും മുഖ്യമന്ത്രി ശ്രദ്ധിക്കേണ്ടതായിരുന്നു. എന്നാൽ അദ്ദേഹം ഇതിന് ശ്രമിച്ചില്ലെന്നും MP കൂട്ടിച്ചേർത്തു. മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാതയിലെ ഓട്ടയടയ്ക്കൽ പ്രഹസനമായി. കുഴികൾ അടയ്ക്കുന്നത് നിർത്തിവെച്ചതോടെ മരണക്കെണികളിൽ കുടുങ്ങി ജനങ്ങൾ. മുപ്പത് കിലോമീറ്റർ വരുന്ന മണ്ണുത്തി വടക്കുംചേരി ദേശീയപാതയിലൂടെ സഞ്ചരിക്കുക എന്നുള്ളത് സാഹസികവും ഭീതിജനകവുമായ ഒന്നായി മാറിക്കഴിഞ്ഞു. തീരെ നമുക്ക് സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇതൊക്കെ തുടർക്കഥയാണ്. ഇതൊക്കെ അധികം നമ്മുടെ സർക്കാരുകൾക്കും പോലീസ് അധികം എല്ലാവർക്കും അറിയാമെങ്കിലും ഇതിന് നേരെ ഒരു അനങ്ങാപ്പാറ നയാണ് ഇപ്പോൾ സർക്കാർ സ്വീകരിക്കുന്നത്. മണ്ണുത്തിയിൽ നിന്ന് ആരംഭിക്കുകയായി ദേശീയപാത 47ലെ മരണക്കെണികൾ. പട്ടിക്കാട് സെന്ററിലെയും കല്ലിടുക്കിലെയും പാതാളക്കുഴികൾ താണ്ടുക എന്നതാണ് കനത്ത കടമ്പ. കുളമായി മാറിയ കുതിരാനിലെ കുഴികളും ജനത്തെ വലയ്ക്കുകയും കറക്കുകയും ചെയ്യുന്ന കുതിരാൻ കയറ്റവും വളവുമൊക്കെ കടക്കുക എന്നുള്ളതാണ് മറ്റൊരു വെല്ലുവിളി. പോരാത്തതിന് മണിക്കൂറുകൾ നീളുന്ന ഗതാഗതക്കുരുക്ക് വേറെയും. തീർന്നില്ല, വാണിയമ്പാറയിലെ വലിയ വാരിക്കുഴികളും മറികടന്ന് വടക്കുംചേരിയിൽ എത്തുമ്പോഴേക്കും യാത്രക്കാരുടെ നടുവൊടിയുമെന്നത് തീർച്ചയാണ്. അത് അനുഭവസ്ഥർ തന്നെ പറയും. കുണ്ട ചാടി നമ്മുടെ നടുവൊടിഞ്ഞ എന്നും തണ്ടലിന്റെ പ്രശ്നമാണ്. ഈ കുഴി ചാടി നിത്യ സംഭവമാണിത്. ഇത് ഒരു കൊല്ലത്തെ കാലങ്ങളായി ഇങ്ങനെ കിടന്നോട്ട് ഒരു ഇതും ചെയ്യാതെ 2 മണിക്കൂർ കൊണ്ടെല്ലാം പാലക്കാടിൽ കോയമ്പത്തൂർ എത്തുന്ന സ്ഥാനത്തുനിന്ന് രാവിലെ പോയി കഴിഞ്ഞാൽ വൈകിട്ട് പോലും എത്തുമെന്ന് പറയാൻ സാധിക്കില്ല. മനുഷ്യന്റെ നടുവടിയുന്നുണ്ട് അവിടെ എത്തുമ്പോഴേക്കും. വാഹനത്തിന്റെയും സ്ഥിതി അത് തന്നെ.
ജനങ്ങളുടെ പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിലും ബസ്സുടമകൾ സർവീസ് നിർത്തിവെക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയതിന്റെ അടിസ്ഥാനത്തിലുമാണ് ദേശീയപാതയുടെ അറ്റകുറ്റപ്പണികൾ നിർവഹിക്കുന്ന KMC കമ്പനി ഓട്ടയടയ്ക്കൽ തുടങ്ങിയത്. എന്നാൽ ഒന്നോ രണ്ടോ കുഴികൾ അടച്ച് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടതല്ലാതെ ദുരിതയാത്രയ്ക്ക് പരിഹാരം ഉണ്ടാക്കിയില്ല. കനത്ത മഴയിൽ അടച്ച കുഴികളും അടയ്ക്കാത്ത കുഴികളും പിന്നെ കുഴിയടയ്ക്കാൻ വലിപ്പം കൂട്ടിയ കുഴികളും അപകടക്കെണികളായി വായി തുറന്നിരിക്കുകയാണ്. ഈ മരണക്കെണികളിൽപ്പെട്ട് വാഹനങ്ങൾ കുടുങ്ങുന്നതും കേടുപാടുകൾ സംഭവിക്കുന്നതും മറിയുന്നതും തുടർക്കഥയായി മാറിക്കഴിഞ്ഞു. കൂടാതെ നിരവധി ജീവനുകളും മരണപാതയിൽ പൊലിഞ്ഞു. പക്ഷേ ഇതെല്ലാം കണ്ടിട്ടും അധികൃതർ കണ്ണടയ്ക്കുമ്പോൾ ജനങ്ങളുടെ പ്രതിഷേധവും ശക്തമാകുകയാണ്. ദേശീയപാത 6 വരിയാക്കുന്നതിന്റെ നിർമ്മാണ പ്രവൃത്തികളും നിലച്ച മട്ടാണ്. ശരിക്കും ജനങ്ങളുടെ ക്ഷമ പരീക്ഷിക്കുകയാണ് അധികൃതർ. മണ്ണുത്തി വടക്കുംചേരി ദേശീയപാതയിൽ പേരിന് പോലും ഇന്ന് ഓട്ടയടക്കൽ നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നരകപാതയിലൂടെ നടുവൊടിഞ്ഞാണ് ജനം യാത്ര ചെയ്യുന്നത്. ക്യാമറമാൻ അഭിജിത്ത് ചെറുവത്തേരിക്കൊപ്പം ശ്രീകേഷ് വെള്ളായൻകര, TCV ന്യൂസ്. കൈപ്പറമ്പിൽ ബസ് യാത്രയ്ക്കിടെ ബധിരനും മൂകനുമായ യുവാവിനെ ബസ് ജീവനക്കാർ മർദ്ദിച്ചു. പുറ്റേക്കര സ്വദേശി ഒലക്കെങ്കിൽ ദിലീപ് ജോസഫിനെയാണ് ഗുരുവായൂർ തൃശൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന MKK ബസ്സിലെ കണ്ടക്ടറും ക്ലീനറും ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചത്. ചില്ലറ നൽകുന്നതുമായി ഉണ്ടായ തർക്കമാണ് മർദ്ദനത്തിൽ കലാശിച്ചത്. തർക്കത്തെ തുടർന്ന് ദിലീപിനെ ജീവനക്കാർ റോഡിലേക്ക് വലിച്ചിറക്കി ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നുവെന്ന് പറയുന്നു. സംഭവത്തിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ റോഡ് ഉപരോധിച്ചു. തുടർന്ന് പേരാമംഗലം പോലീസ് സ്ഥലത്തെത്തി ക്ലീനർ എടക്കളത്തൂർ സ്വദേശി ശ്രീജിത്തിനെ കസ്റ്റഡിയിലെടുത്തു. കണ്ടക്ടർ ഓടി രക്ഷപ്പെട്ടു. തൃശൂർ വെളിയന്നൂരിലെ ATM കവർച്ചയുമായി ബന്ധപ്പെട്ട് പോലീസ് കോടതിയിൽ നിന്ന് കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതികളുമായി അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തി. കേസിൽ മുഖ്യപ്രതി നിഖിൽ രാജ് ഉൾപ്പെടെ കേസിൽ പിടിയിലായ 8 പ്രതികളുടെ വീടുകളിലും മറ്റുമാണ് പോലീസ് തെളിവെടുപ്പ് നടത്തിയത്. ATMൽ കവർച്ച ചെയ്ത 26 ലക്ഷം രൂപയിൽ നിന്ന് 10 ലക്ഷത്തോളം രൂപ ഇനിയും കണ്ടെത്താനായിട്ടില്ല. കൂടുതൽ തുക ആർഭാടത്തിനായി പ്രതികൾ ചെലവഴിച്ചുവെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. തൃശൂർ ഈസ്റ്റ് CI KK സജീവന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. സാമൂഹിക പ്രശ്നങ്ങളിൽ ഇടപെടുകയും പ്രതികരിക്കുകയും ചെയ്യുന്നതാണ് ശരിയായ ജീവിതമെന്ന് സാമൂഹിക പ്രവർത്തക ദയാബായി പറഞ്ഞു. ചെമ്പൂച്ചിറ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെത്തിയ ദയാബായി തന്റെ സാമൂഹിക പ്രവർത്തന അനുഭവങ്ങൾ കുട്ടികളുമായി പങ്കുവയ്ക്കുകയായിരുന്നു. ഇന്ന് പലരും സാമൂഹിക പ്രശ്നങ്ങൾക്ക് നേരെ മുഖം തിരിക്കുകയാണ്. മലയാളികൾക്കാണ് ഈ പ്രവണത കൂടുതലുള്ളത്. റോഡിൽ ഒരു അപകടം കണ്ടാൽ കണ്ടില്ലെന്ന് നടിച്ച് കടന്നുപോകുന്നത് ജീവിതത്തെക്കുറിച്ച് വ്യക്തമായ ബോധ്യമില്ലാത്തതിനാലാണെന്ന് ദയാബായി പറഞ്ഞു. കവി വർഗീസ് ആന്റണി, പ്രിൻസിപ്പൽ TV ഗോപി, PTA പ്രസിഡന്റ് NS വിദ്യാധരൻ തുടങ്ങിയവർ സംസാരിച്ചു. സ്കൂളിനടുത്തുള്ള പാടത്തെ 20 പറ നിലത്തിൽ തുടർച്ചയായി 4ാം വർഷവും വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ജൈവ നെൽകൃഷി കാണാൻ ദയാബായി പാടത്തിറങ്ങി. കൃഷി പരിപാലന രീതികളെക്കുറിച്ച് കുട്ടികളോടും കൃഷിയുടെ കോർഡിനേറ്ററുമായ അധ്യാപകൻ AT ജോസിനോട് അവർ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. വിദ്യാർത്ഥികളിലെ കാർഷിക ആഭിമുഖ്യത്തെ പ്രശംസിച്ച ദയാബായി സാമൂഹിക പ്രതിബദ്ധതയുള്ളവരായി വളരണമെന്ന് ഓർമ്മപ്പെടുത്തിയാണ് മടങ്ങിയത്. മത്സ്യത്തൊഴിലാളികൾക്ക് പട്ടയം നൽകിയില്ലെങ്കിൽ മൂന്നാർ മോഡൽ സമരത്തിന് നേതൃത്വം നൽകുമെന്ന് TN പ്രതാപൻ MLA പറഞ്ഞു. കേരള പ്രദേശ് മത്സ്യത്തൊഴിലാളി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മത്സ്യത്തൊഴിലാളികൾ നടത്തിയ കളക്ട്രേറ്റ് മാർച്ചിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. റവന്യൂ വകുപ്പിലെ ചില IAS ഉദ്യോഗസ്ഥരാണ് മത്സ്യത്തൊഴിലാളികൾക്കുള്ള പട്ടയ വിതരണം തടഞ്ഞുവെച്ചതിന് പിന്നിൽ പ്രവർത്തിച്ചത്. പഴയ ജന്മി അടിമ വ്യവസ്ഥിതിയാണ് ഇപ്പോഴും നിലവിലുള്ളതെന്നാണ് ഉദ്യോഗസ്ഥരുടെ ധാരണയെന്നും MLA പറഞ്ഞു. DCC പ്രസിഡന്റ് O അബ്ദുറഹ്മാൻ കുട്ടി മാർച്ച് ഉദ്ഘാടനം ചെയ്തു. PA മാധവൻ MLA, OM വേലായുധൻ തുടങ്ങിയവർ സംസാരിച്ചു. നവജാത ശിശുവിന് 4 കൈകളും 4 കാലുകളും. തൃശൂർ കോഓപ്പറേറ്റീവ് ആശുപത്രിയിലാണ് കുഞ്ഞിനെ പ്രസവിച്ചത്. 6ാം മാസത്തിലാണ് കുഞ്ഞിനെ സിസേറിയനിലൂടെ പുറത്തെടുത്തത്. പ്രസവിച്ച ഉടനെ കുഞ്ഞ് മരിച്ചു. നാട്ടിക സ്വദേശികളായ ദമ്പതികളുടേതാണ് കുഞ്ഞ്. TCV ന്യൂസ് ക്യാമ്പയിൻ തുടരുന്നു. പടിയിറങ്ങാതെ പരിമിതികൾ. പരിമിതികൾക്കും പരാതികൾക്കും ഇടയിലാണ് കൊടുങ്ങല്ലൂർ താലൂക്കിലെ പൊയ്യ വില്ലേജ് ഓഫീസ് പ്രവർത്തിക്കുന്നത്. സ്ഥലപരിമിതിയും ആവശ്യത്തിന് ശുചിമുറിയില്ലാത്തതും ഈ സ്ഥാപനത്തിന്റെ പോരായ്മയായി അവശേഷിക്കുകയാണ്. കൊടുങ്ങല്ലൂർ താലൂക്കിലെ പൊയ്യ വില്ലേജ് ഓഫീസ് പ്രവർത്തിക്കുന്നത് 26 സെന്റ് സ്ഥലത്താണെങ്കിലും ഇടുങ്ങിയ കെട്ടിടമാണ് ജീവനക്കാർക്കും നാട്ടുകാർക്കും ഒരുപോലെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നത്. 1997 ജൂൺ 28-ന് പുതിയ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ച പൊയ്യ വില്ലേജ് ഓഫീസിൽ എത്തുന്നവർക്ക് ഇരിക്കാനോ നിൽക്കാനോ ഇടമില്ലാത്ത അവസ്ഥയിലാണ്. പൊയ്യ കൂടാതെ മടത്തുംപടി, മാള, പള്ളിപ്പുറം എന്നീ ഗ്രൂപ്പ് വില്ലേജുകൾ പ്രവർത്തിക്കുന്നത് പൊയ്യയിലെ കെട്ടിടത്തിലാണ്. വനിതകളടക്കം 6 ജീവനക്കാരാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. ഓഫീസ് കെട്ടിടത്തിന്റെ അകത്ത് ശുചിമുറി ഉണ്ടെങ്കിലും ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്.
ഈ മുറിയുടെ വാതിൽ തുറക്കാൻ കഴിയാത്ത വിധത്തിലാണ് ജോലിക്കാരുടെ ഇരിപ്പിടവും ഫയലുകളും സ്ഥാനം പിടിച്ചിട്ടുള്ളത്. തൊട്ടടുത്ത് തകർന്നു വീഴാറായ കെട്ടിടത്തിലെ ശുചിമുറിയാണ് ജീവനക്കാർ നിലവിൽ ഉപയോഗിക്കുന്നത്. ഓഫീസിലെത്തുന്ന ആവശ്യക്കാർക്ക് പ്രാഥമിക ആവശ്യം സാധിക്കാൻ മാർഗമില്ലാത്ത അവസ്ഥയിലാണ്. വില്ലേജ് ഓഫീസ് തുടങ്ങുന്നതിന് മടത്തുംപടിയിൽ 10 സെന്റ് സ്ഥലം ഏറ്റെടുത്ത് വർഷങ്ങൾ കഴിഞ്ഞിട്ടും കെട്ടിടം ഇനിയും യാഥാർത്ഥ്യമായിട്ടില്ല. കെട്ടിടം നിർമ്മിക്കാനുള്ള നടപടികൾ റവന്യൂ വകുപ്പിന്റെ ഫയലുകളിൽ ഉറങ്ങാൻ തുടങ്ങിയിട്ട് കാലമേറെയായി. മാള പള്ളിപ്പുറം വില്ലേജിന് 5 സെന്റ് സ്ഥലം സൗജന്യമായി നൽകാൻ തയ്യാറായിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കിയിട്ടില്ല. പൊയ്യ ഓഫീസ് പ്രവർത്തിക്കുന്ന സ്ഥലം മറ്റ് ആവശ്യങ്ങൾക്കായി പ്രയോജനപ്പെടുത്താനോ കെട്ടിടം കൂടുതൽ വിശാലമാക്കാനോ നടപടികൾ ഇല്ലാത്തതിനാൽ ജീവനക്കാരും നാട്ടുകാരും അസൗകര്യം മൂലം ഒരുപോലെ വീർപ്പുമുട്ടുകയാണ്. TCV മാള. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ ക്വാർട്ടേഴ്സ് നാശത്തിന്റെ വക്കിൽ. എരുമപ്പെട്ടി കടങ്ങോട് റോഡ് സെന്ററിന് സമീപമുള്ള കെട്ടിടം ഇപ്പോൾ കാടുപിടിച്ച് ശോച്യാവസ്ഥയിലായിരിക്കുകയാണ്. എരുമപ്പെട്ടി സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർമാർക്ക് താമസിക്കുന്നതിനായി അരനൂറ്റാണ്ട് മുൻപ് ആരോഗ്യവകുപ്പ് നിർമ്മിച്ച കെട്ടിടമാണ് അധികൃതരുടെ അവഗണന മൂലം നശിക്കുന്നത്. വാതിലുകൾ ചിതലരിച്ചു തകർന്നതിനാൽ അടച്ചുറപ്പില്ലാത്ത കെട്ടിടം രാത്രികാലങ്ങളിൽ സാമൂഹിക വിരുദ്ധരുടെ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ആശുപത്രി സൂപ്രണ്ടായി സേവനം അനുഷ്ഠിച്ചിരുന്ന ഡോക്ടർ സിദ്ധാർത്ഥനും കുടുംബവും 1980 മുതൽ 20 വർഷത്തോളം ഈ ക്വാർട്ടേഴ്സിലാണ് താമസിച്ച് ചികിത്സ നടത്തിയിരുന്നത്. ആശുപത്രിക്ക് സമീപം താമസിക്കാൻ സൗകര്യം ലഭിച്ചിരുന്നതിനാൽ രോഗികൾക്ക് 2 നേരവും മികച്ച ചികിത്സ നൽകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. എന്നാൽ ഡോക്ടർ സിദ്ധാർത്ഥൻ ക്വാർട്ടേഴ്സിന് സമീപം സ്വന്തമായി വീട് നിർമ്മിച്ച് താമസം മാറ്റിയതോടെ ഈ കെട്ടിടം അറ്റകുറ്റപ്പണികൾ നടത്തി സംരക്ഷിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറായില്ല. വർഷങ്ങളായി കാടുപിടിച്ചു കിടക്കുന്ന കെട്ടിടം ഇപ്പോൾ താമസയോഗ്യമല്ലാതായി. പിന്നീട് വന്ന ഡോക്ടർമാർക്ക് താമസിക്കാൻ സൗകര്യമില്ലാത്തതിനാൽ ഉച്ചയ്ക്ക് ശേഷമുള്ള പരിശോധനയും ചികിത്സയും നടക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് കെട്ടിടം അറ്റകുറ്റപ്പണി നടത്തുന്നതിനായി 5 ലക്ഷം രൂപ വകയിരുത്തിയിരുന്നുവെങ്കിലും പിന്നീട് ഇത് ആശുപത്രിയിലെ ജീവനക്കാരുടെ ക്വാർട്ടേഴ്സുകളുടെ നവീകരണത്തിനും പുതിയ OP കെട്ടിടത്തിലേക്കുമുള്ള വഴിയിൽ ടൈൽസ് വിരിക്കുന്നതിനുമായി വകമാറ്റി ചിലവഴിക്കുകയായിരുന്നു. ആശുപത്രിയുടെ ചുമതല വഹിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്തിന്റെ അനാസ്ഥയാണ് ക്വാർട്ടേഴ്സ് കെട്ടിടം നാശോന്മുഖമാകാൻ കാരണമെന്ന് ആക്ഷേപമുയർന്നിട്ടുണ്ട്. TCV എരുമപ്പെട്ടി. മറ്റു വാർത്തകളിലേക്ക്. തൃശൂർ MG റോഡിൽ പഴയ കെട്ടിടം തകർന്നു വീണത് പരിഭ്രാന്തി സൃഷ്ടിച്ചു. കോട്ടപ്പുറം ഓവർബ്രിഡ്ജിന് സമീപത്തുള്ള ഉപയോഗശൂന്യമായ കെട്ടിടമാണ് തകർന്നു വീണത്. ഏറെ തിരക്കുള്ള റോഡാണെങ്കിലും കെട്ടിടത്തിന് പരിസരത്ത് ആരുമില്ലാതിരുന്നതിനാൽ അപകടമൊഴിവായി. തൃശൂർ നഗരത്തിൽ അപകട ഭീഷണി ഉയർത്തിക്കൊണ്ട് പഴകിദ്രവിച്ച ഒട്ടനവധി കെട്ടിടങ്ങളാണ് ഉള്ളത്. പെരിങ്ങോട്ടുകര പോലീസ് ഔട്ട്പോസ്റ്റ് സ്റ്റേഷന്റെ ഉദ്ഘാടനം ഒക്ടോബർ 3 ഉച്ചതിരിഞ്ഞ് നടക്കുമെന്ന് ഗീതാഗോപി MLA അറിയിച്ചു. ഔട്ട്പോസ്റ്റ് സ്റ്റേഷന്റെ ഉദ്ഘാടനം നീണ്ടുപോകുന്നത് സംബന്ധിച്ച് TCVയിൽ വന്ന വാർത്തയുടെ പ്രതികരണമായാണ് MLA ഇക്കാര്യം അറിയിച്ചത്. ഈ മാസം 23 ഇത് സംബന്ധിച്ച് അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്തിൽ സംഘാടക സമിതി യോഗം ചേരും. ആഗസ്റ്റ് 22 നടക്കേണ്ട ഉദ്ഘാടനം നീണ്ടുപോയത് വകുപ്പ് മന്ത്രിക്ക് വരാൻ സാധിക്കാത്തതുകൊണ്ടാണ്. ജനങ്ങൾക്ക് ഏറെ ഉപകാരമുള്ള ഔട്ട്പോസ്റ്റ് ജനപ്രതിനിധികൾ അറിയാതെ തുറന്ന് പ്രവർത്തിപ്പിക്കാനായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥരുടെ നീക്കം. സ്ഥലം MLA ആയ താൻ പോലും അറിയാതെയാണ് ഉദ്ഘാടനം നടത്താൻ തീരുമാനിച്ചത്. ഇത് എതിർത്തതുകൊണ്ടാണ് ഉദ്ഘാടനം മാറ്റിവെച്ചത്. ആഗസ്റ്റ് 22 ഉദ്ഘാടനം നടക്കാതെ പോയതിൽ ഖേദമുണ്ട്. വിപുലമായ സംഘാടക സമിതി വിളിച്ചു ചേർത്ത് ഒക്ടോബർ 3 തന്നെ ഉദ്ഘാടനം നടത്തുമെന്ന് ഗീതാഗോപി MLA അറിയിച്ചു. മറ്റത്തൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ജീർണിച്ച് നശിക്കുന്ന സ്റ്റാഫ് ക്വാർട്ടേഴ്സുകൾ പുനർനിർമ്മിക്കാൻ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റി യോഗം തീരുമാനിച്ചതായി പ്രസിഡന്റ് VS ജോഷി അറിയിച്ചു. ക്വാർട്ടേഴ്സുകൾ നശിക്കുന്നതായി കഴിഞ്ഞ ദിവസം TCV നൽകിയ റിപ്പോർട്ടിനോട് പ്രതികരിക്കുകയായിരുന്നു ബ്ലോക്ക് പ്രസിഡന്റ്. 35 ലക്ഷം രൂപ ചെലവിൽ ക്വാർട്ടേഴ്സുകൾ പുനർനിർമ്മിക്കുന്നതിന് ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടെന്നും ഇത് അംഗീകാരത്തിനായി സമർപ്പിച്ചിരിക്കുകയാണെന്നും VS ജോഷി പറഞ്ഞു. പഴകി ജീർണിച്ച ക്വാർട്ടേഴ്സ് കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് ആരോഗ്യവകുപ്പ് അധികൃതർക്ക് ബ്ലോക്ക് പഞ്ചായത്ത് കത്തയച്ചിട്ടുള്ളതായും പ്രസിഡന്റ് അറിയിച്ചു. പ്രതീകാത്മക ഭിക്ഷാടന സമരം നടത്തി കിട്ടിയ പണം ഏൽപ്പിച്ചിട്ടും ആ പണം തനിക്ക് കിട്ടിയില്ലെന്ന നിലപാട് മേയർ തിരുത്തണമെന്ന് കൗൺസിലർ ജോൺ കാഞ്ഞിരത്തിങ്കൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഭിക്ഷാടനം നടത്തി താൻ 170 രൂപ മാത്രമേ നൽകിയിട്ടുള്ളൂ എന്ന മേയറുടെ നിലപാട് തെറ്റാണ്. തനിക്കെതിരെ മേയർ അപവാദ പ്രചരണം നടത്തുകയാണെന്നും ജോൺ കാഞ്ഞിരത്തിങ്കൽ പറഞ്ഞു. കോർപ്പറേഷനുള്ളിൽ പകൽക്കൊള്ള നടത്തുന്ന അഴിമതിക്കാരെ സമൂഹത്തിന് മുന്നിൽ നാണം കെടുത്താനാണ് താൻ ഭിക്ഷാടന സമരം നടത്തിയത്. അനധികൃത കയ്യേറ്റങ്ങൾ പൊളിക്കുമെന്ന് മേയർ പറഞ്ഞതനുസരിച്ച് 34 കയ്യേറ്റങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടും നടപടിയെടുത്തില്ല. ഭിക്ഷാടന സമരം നടത്തി മേയർ ഏൽപ്പിച്ച പണം എവിടെയെന്ന് മേയർ പറയണമെന്നും ജോൺ കാഞ്ഞിരത്തിങ്കൽ ആവശ്യപ്പെട്ടു. സൗണ്ട് രാജ്, സൈമൺ, TA രവി എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.
കോലഴിയിൽ SBT ബാങ്ക് ശാഖയിലെ ATM മെഷീൻ കയർകെട്ടി വലിച്ചുകൊണ്ടുപോകാൻ ശ്രമിച്ച കേസിൽ അന്വേഷണം തുടരുന്നു. ATM കൗണ്ടറിലെ CCTV ക്യാമറയിൽ നിന്ന് ലഭിച്ച ദൃശ്യങ്ങളിലെ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടക്കുന്നത്. ATM മെഷീൻ കയർകെട്ടി വലിച്ചുകൊണ്ടുപോകാൻ ശ്രമിച്ച വാഹനത്തെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. വ്യാഴാഴ്ച രാവിലെയാണ് ATM മെഷീൻ കൊള്ളയടിക്കാൻ ശ്രമം നടന്നതായി ബാങ്ക് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. പേരാമംഗലം CI PC ബിജുകുമാറിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. തൃശൂർ പടിഞ്ഞാറേക്കോട്ട ജംഗ്ഷൻ വികസനത്തിന്റെ ഭാഗമായി കുടിയൊഴിപ്പിക്കപ്പെട്ട സഹോദരിമാർ ആശ്രയവും അഭയവുമില്ലാതെ തെരുവിൽ അലയുന്നു. അന്തിക്കാട് വീട്ടിൽ സുനിത, ആശ സഹോദരിമാർക്കാണ് ഉണ്ടായിരുന്ന കിടപ്പാടം വികസന പാതയിൽ നഷ്ടപ്പെട്ടതോടെ ഈ ദുരവസ്ഥ കൈവന്നത്. വികസന പ്രവർത്തനങ്ങൾക്കായി അവസാന നിമിഷം വരെ താമസസ്ഥലം വിട്ടുപോകാൻ വിസമ്മതിച്ച ഇവരെ കഴിഞ്ഞ ദിവസം അധികൃതർ കോടതി ഉത്തരവുമായെത്തി പോലീസിന്റെ സഹായത്തോടെ ബലമായി ഒഴിപ്പിക്കുകയായിരുന്നു. കുറേ പോലീസുകാർ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറി. എന്നിട്ട് അവർ പറഞ്ഞു, കോടതിയിൽ നിന്ന് കടലാസ് വന്നിട്ടുണ്ട്, നിങ്ങളെ വിലയിട്ട് പിടിച്ച് ആദ്യ മന്ദിരത്തിൽ കൊണ്ടുവന്നാക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവരെന്നെ വിലയിട്ട് പിടിച്ചിട്ട് ചേച്ചീനെയും വന്യം കൂടി വണ്ടിയിൽ കൊണ്ടുപോയി അതിഥി മന്ദിരത്തിൽ കൊണ്ടുപോയിട്ട് അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ ബഹളം വെച്ചപ്പോൾ അവർ ഞങ്ങളെ അവിടുന്ന് വീണ്ടും തൃശ്ശൂർക്ക് കോട്ടയമ്മയ്ക്കെന്നെ കൊണ്ടുവരാനായിട്ട് വന്നു. ഞങ്ങൾക്ക് വേറെ മാർഗ്ഗമില്ല, കോർപ്പറേഷൻകാരെ ഞങ്ങളെ തെരുവിലേക്ക് ഇറക്കിയത്. തുടർന്ന് ഇരുവരെയും തൃശൂരിലെ അഗതി മന്ദിരത്തിലാക്കാൻ ശ്രമിച്ചുവെങ്കിലും ഇവർ വഴങ്ങിയില്ല. മറ്റെവിടെയും പുനരധിവാസം സാധ്യമാകാതിരുന്നതോടെ പോലീസ് തങ്ങളെ രാത്രിയിൽ വിയൂർ മണലാറുകാവ് ക്ഷേത്ര പരിസരത്ത് കൊണ്ട് വിടുകയായിരുന്നുവെന്ന് സഹോദരിമാർ പറയുന്നു. രാത്രിയിൽ വാഹനത്തിനു മുന്നിൽ ചാടാൻ ശ്രമിച്ച ഇവരെ നാട്ടുകാരെത്തി പിന്തിരിപ്പിച്ചു. സ്വന്തമായുണ്ടായിരുന്ന കിടപ്പാടം നഷ്ടമായതോടെ രോഗികൾ കൂടിയായ ഈ സഹോദരിമാരുടെ ജീവിതം ഏറെ ദുരിതത്തിലായിരിക്കുകയാണ്. വരുമാനമോ ആശ്രയമോ ഇല്ലാത്ത ഇവരുടെ കാര്യത്തിൽ ഉചിതമായ നടപടി മേയർ അടക്കമുള്ള അധികൃതർ ഉടൻ കൈക്കൊള്ളണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. വിവരമറിഞ്ഞെത്തിയ നാട്ടുകാരിൽ ഒരാളുടെ വീട്ടിലേക്ക് രാത്രി ഏറെ വൈകി താൽക്കാലികമായി ഇരുവരെയും കൂട്ടിക്കൊണ്ടുപോയി. കുടിയൊഴിപ്പിക്കപ്പെട്ട ഇവരുടെ കാര്യങ്ങളിൽ പിന്നീട് അധികൃതർ തിരിഞ്ഞുനോക്കാൻ പോലും തയ്യാറായിട്ടില്ലെന്ന് ആരോപണമുയർന്നിട്ടുണ്ട്. ജംഗ്ഷൻ വികസനം സാധ്യമാകുന്നതോടെ കൃത്യം 1 വർഷം തികയുമ്പോൾ ഇവിടെ നിന്ന് കുടിയൊഴിപ്പിക്കപ്പെട്ടവർക്ക് കോർപ്പറേഷൻ ഫ്ളാറ്റുകൾ നിർമ്മിച്ച് പുനരധിവാസം നടപ്പിലാക്കുമെന്നാണ് മേയർ ഇവർക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നത്. TCV ന്യൂസ്, തൃശൂർ. തൃശൂർ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ ലീഡർ K കരുണാകരന്റെ പ്രതിമയുടെ അനാവരണം പടിഞ്ഞാറേക്കോട്ടയിൽ ശനിയാഴ്ച വൈകിട്ട് 5-ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിർവഹിക്കും. മേയർ രാജൻ ചെപ്പല്ലൻ അധ്യക്ഷത വഹിക്കും. ശില്പി ഉണ്ണി കാനായിയാണ് പ്രതിമ തയ്യാറാക്കിയത്. പ്രതിമ നിർമ്മിക്കുന്നതിന് വേണ്ടി 15 ലക്ഷം രൂപ ചെലവ് വന്നതായി മേയർ രാജൻ ചെപ്പല്ലൻ അറിയിച്ചു. പാലപ്പിള്ളിയിൽ കാട്ടാന ശല്യം രൂക്ഷം. പാലപ്പിള്ളി ചിമ്മിനി ഡാം റോഡിലേക്ക് കാട്ടാന ഇറങ്ങിയതോടെ വാഹനയാത്രക്കാർ അടക്കമുള്ളവർ ഭീതിയിലാണ്. പകൽ സമയത്താണ് ഇപ്പോൾ ആന ഇറങ്ങുന്നത്. കഴിഞ്ഞ ദിവസം ഈ റോഡിൽ പകൽ ഇറങ്ങിയ കാട്ടാനയെ നാട്ടുകാർ ഒച്ചയെടുത്തും വാഹനങ്ങളുടെ ഹോൺ മുഴക്കിയും തുരത്താൻ ശ്രമിച്ചുവെങ്കിലും നടന്നില്ല. ഏറെ നേരത്തിന് ശേഷമാണ് റോഡിൽ നിന്ന് ആന മാറിയത്. ആറളംപാടിക്ക് സമീപത്തെ കാട്ടിലാണ് ആനകൾ തമ്പടിച്ചിരിക്കുന്നത്. വന്യമൃഗങ്ങൾ ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങുന്നത് വൈദ്യുതവേലി നിർമ്മിച്ച് തടയണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഗുരുവായൂർ സ്വദേശി ഖത്തറിൽ കുഴഞ്ഞു വീണ് മരിച്ചു. കാവീട് പനാമ കോഴിപ്പുറത്ത് 55 വയസ്സുള്ള വാസുവാണ് മരിച്ചത്. വ്യാഴാഴ്ച രാവിലെ ജോലിക്ക് പോകുന്നതിന് തയ്യാറെടുക്കുമ്പോൾ താമസ സ്ഥലത്ത് കുഴഞ്ഞു വീഴുകയായിരുന്നു. സുഹൃത്തുക്കൾ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മൃതദേഹം ശനിയാഴ്ച നാട്ടിലെത്തിക്കും. സംസ്കാരം ഉച്ചയ്ക്ക് 12-ന് ഗുരുവായൂർ നഗരസഭ വാതക ശ്മശാനത്തിൽ നടക്കും. ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ട്രാഫിക് നിയമലംഘനങ്ങൾ കണ്ടുപിടിക്കാൻ ഇനി വഴി തടഞ്ഞുള്ള പോലീസ് പരിശോധന കുറയും. CCTV സംവിധാനം വഴി ട്രാഫിക് നിയമലംഘകരെ കുടുക്കാനാണ് പദ്ധതി. ഹെൽമറ്റ് ധരിക്കാത്തതടക്കമുള്ള ട്രാഫിക് ലംഘനം നടത്തുന്നവർക്ക് വീട്ടിൽ നോട്ടീസ് എത്തും. CCTV സംവിധാനം വഴിയാണ് ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിൽ ട്രാഫിക് നിയമലംഘനങ്ങൾ കണ്ടുപിടിക്കുക. ഇതിനായി പ്രത്യേക കൺട്രോൾ റൂം പോലീസ് സ്റ്റേഷനിൽ ആരംഭിച്ചിട്ടുണ്ട്. തടഞ്ഞു നിർത്തി പിന്തുടർന്നുള്ള പരിശോധന മൂലം അപകടങ്ങളും മരണവും സംസ്ഥാനത്ത് പതിവാകുന്നതിനെ തുടർന്നാണ് ഇരിങ്ങാലക്കുട DYSP PA വർഗീസ് പുതിയ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കുന്നത്. പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഇരിങ്ങാലക്കുട സ്റ്റേഷനിൽ പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഠാണാവ്, പോലീസ് സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ്, മാപ്രാണം, വെള്ളാങ്കല്ലൂർ, കരൂപ്പടന തുടങ്ങിയ സ്ഥലങ്ങളിൽ CCTV സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഇതുപയോഗിച്ച് സ്റ്റേഷനിലെ കൺട്രോൾ റൂമിൽ നിരീക്ഷണം നടത്തുകയും നിയമലംഘനം നടത്തുന്നവരുടെ ഫോട്ടോ ഇതിൽ നിന്ന് ശേഖരിക്കുകയും ചെയ്യും. വാഹനത്തിന്റെ നമ്പർ പ്രകാരം നോട്ടീസ് അയക്കും. തുടർന്ന് നോട്ടീസുമായി വരുന്നവർക്ക് അവർ നടത്തിയ ട്രാഫിക് ലംഘനത്തിന്റെ വീഡിയോയും ചിത്രവും കാണിച്ച ശേഷം പിഴ ഈടാക്കുകയും ചെയ്യും. അപകടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നതെന്ന് ഇരിങ്ങാലക്കുട CI TS സിനോജ് പറഞ്ഞു.
പദ്ധതി വിജയമാകുന്നതോടെ ഇരിങ്ങാലക്കുട പോലീസ് സബ് ഡിവിഷനിലെ മറ്റു സ്റ്റേഷനുകളിലേക്കും വ്യാപിപ്പിക്കും. വിവിധ സംഘടനകളിൽ നിന്നും വ്യക്തികളിൽ നിന്നും ലഭിച്ച 3 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ട്രാഫിക് നിയമലംഘനങ്ങൾക്ക് ഇതുവരെയുള്ള കണക്കനുസരിച്ച് 80 ലക്ഷം രൂപ പിഴ ഈടാക്കിയിട്ടുണ്ട്. 3000-ഓളം പേരെ മദ്യപാനത്തിന് പിടികൂടി. 50 കുട്ടി റൈഡർമാരെയും ട്രാഫിക് നിയമലംഘനത്തിന്റെ പേരിൽ പോലീസ് പിടികൂടിയിട്ടുണ്ട്. TCV ഇരിങ്ങാലക്കുട. കൊടുങ്ങല്ലൂർ മേത്തല പറമ്പിക്കുളങ്ങര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ മോഷണം. ക്ഷേത്രത്തിനകത്തും പുറത്തുമായി സ്ഥാപിച്ചിരുന്ന 4 ഭണ്ഡാരങ്ങൾ കവർന്നു. കൊടുങ്ങല്ലൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. സമീപ ദിവസങ്ങളിൽ കൊടുങ്ങല്ലൂർ മേഖലയിൽ നിരവധി ഭണ്ഡാരങ്ങളിൽ കവർച്ച നടന്നിട്ടുണ്ട്. എന്നാൽ ഒരു കേസിലും പ്രതികളെ പിടികൂടാൻ ആയിട്ടില്ല. എടത്തിരുത്തി പുളിഞ്ചോട് നൂറുൽ ഇസ്ലാം മദ്രസയിൽ മോഷണം. മദ്രസ അധ്യാപകർ ജുമാ നമസ്കാരത്തിന് പോയ സമയത്താണ് മോഷണം നടന്നത്. മദ്രസയുടെ വാതിലിന്റെ പൂട്ട് തകർത്ത് അകത്ത് കടന്ന മോഷ്ടാവ് അരമാലയിൽ സൂക്ഷിച്ചിരുന്ന പണം കവരുകയായിരുന്നു. മതിലകം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വെള്ളിയാഴ്ചകളിൽ പള്ളികളിൽ മോഷണം പതിവാകുകയാണ്. 3 മാസത്തിനുള്ളിൽ 15ഓളം പള്ളികളിലാണ് മോഷണം നടന്നത്. എന്നാൽ ഇതുവരെ പ്രതികളെ കണ്ടെത്താൻ പോലീസിന് ആയിട്ടില്ല. തൃശൂർ ടൗൺഹാളിൽ നടക്കുന്ന 22ാമത് ടാസ് നാടകോത്സവത്തിൽ തിരുവനന്തപുരം അക്ഷരകലയുടെ സോപാന സംഗീതം അഥവാ കുട്ടിപ്പാടി സേവ എന്ന നാടകം അരങ്ങേറി. ജോസ് ആലുക്കാസ് എവർ റോളിംഗ് ഗോൾഡ് ട്രോഫിക്ക് വേണ്ടിയുള്ള നാടകോത്സവത്തിൽ ശനിയാഴ്ച നവധാരയുടെ കഥ പറയുന്ന വീട് അരങ്ങേറും. നാടകോത്സവം ഈ മാസം 22-ന് സമാപിക്കും. വീടിന് സമീപം മദ്യപിക്കുന്നത് ചോദ്യം ചെയ്ത 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ യുവാവ് മർദ്ദിച്ചു. മുള്ളൂർക്കര NSS ഹയർ സെക്കൻഡറി സ്കൂൾ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയും പുത്തൻപുരയ്ക്കൽ ബഷീറിന്റെ മകളുമായ റംസീനയ്ക്കാണ് മർദ്ദനമേറ്റത്. വീട്ടിൽ നിന്നുള്ള വഴിയിലിരുന്ന് സമീപവാസിയായ രഞ്ജിത്ത് എന്ന യുവാവ് മദ്യപിക്കുന്നത് ചോദ്യം ചെയ്തതിന് വിദ്യാർത്ഥിനിയെ ആദ്യം കല്ലെറിഞ്ഞ് പരിക്കേൽപ്പിക്കുകയായിരുന്നു. ഇതിനുശേഷം വീട്ടിൽ കയറി മർദ്ദിക്കുകയും ചെയ്തു. തടയാൻ ശ്രമിച്ച റംസീനയുടെ വലിയമ്മ ആസിയയെ തള്ളി വീഴ്ത്തിയതിനെ തുടർന്ന് ഇവർക്ക് കാലിന് പരിക്കേറ്റിട്ടുണ്ട്. ബഹളം കേട്ട് വന്ന നാട്ടുകാർ ഇരുവരെയും രക്ഷിക്കുകയായിരുന്നു. റംസീനയും ആസിയയും ഓട്ടുപാറ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ്. നമ്മുടെ സംസ്ഥാനം പല പ്രതികൂല സാഹചര്യങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പ്രൊഫസർ സി രവീന്ദ്രനാഥ് MLA പറഞ്ഞു. NGA യൂണിയൻ സ്ഥാപക നേതാക്കളിലൊരാളായ ഇ പത്മനാഭന്റെ ചരമദിനത്തോടനുബന്ധിച്ച് തൃശൂരിൽ നടന്ന അനുസ്മരണ പൊതുയോഗത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു MLA. ഏതു മേഖലയെടുത്ത് പരിശോധിച്ചാലും ഏറെ ദുസ്സഹമായ സാഹചര്യങ്ങളാണ് സംസ്ഥാനത്തുള്ളതെന്നും അനുകൂല ഘടകങ്ങൾ ഉണ്ടായിട്ടും വികലമായ നയങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നും MLA പറഞ്ഞു. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് PS നാരായണൻകുട്ടി അധ്യക്ഷത വഹിച്ചു. NGO യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം K മോഹനൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. യൂണിയൻ ജില്ലാ സെക്രട്ടറി PR രാജേഷ്, KL ജോസ്, മുഹമ്മദ് റാഫി, P രഹന, ആസാദ് തുടങ്ങിയവർ സംസാരിച്ചു. പെരിങ്ങോട്ടുകരയിൽ പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന +2 വിദ്യാർത്ഥിനിയെ ആക്രമിക്കാൻ ശ്രമിച്ച മീൻ വിൽപ്പനക്കാരനെ നാട്ടുകാർ കൈകാര്യം ചെയ്യുകയും ബൈക്ക് കത്തിക്കുകയും ചെയ്തു. ചെമ്മാപ്പള്ളി കായംപള്ളി ആലിന് പടിഞ്ഞാറ് പഞ്ചായത്ത് റോഡിലാണ് സംഭവം. സംഭവ സ്ഥലത്ത് നിന്ന് ഓടിപ്പോയ മീൻ വിൽപ്പനക്കാരൻ മുറ്റിച്ചൂർ സ്വദേശി ഹനീഫയ്ക്കായുള്ള തെരച്ചിൽ അന്തിക്കാട് പോലീസ് ഊർജിതമാക്കി. ചേർപ്പിൽ +2-ന് പഠിക്കുന്ന വിദ്യാർത്ഥിനി പരീക്ഷ കഴിഞ്ഞ് വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് വീട്ടിലേക്ക് നടന്നു വന്നിരുന്നത്. റോഡിൽ ആളൊഴിഞ്ഞ സമയത്ത് എതിരെ ബൈക്കിൽ മീൻ വിൽപ്പന നടത്തി വരികയായിരുന്ന യുവാവ് വിദ്യാർത്ഥിനിയെ കടന്നുപിടിക്കുകയും യൂണിഫോം വലിച്ചു കീറുകയും ചെയ്തുവെന്നാണ് പെൺകുട്ടിയുടെ മൊഴി. പരിഭ്രാന്തിയിൽ നിലത്ത് വീണ കുട്ടിയുടെ കൈകാലുകൾക്കും മുറിവേറ്റിട്ടുണ്ട്. വിവരമറിഞ്ഞ് ഓടിക്കൂടിയ നാട്ടുകാർ ഹനീഫയെ തടഞ്ഞു നിർത്തി കൈകാര്യം ചെയ്യുകയും ബൈക്കിന് തീയിടുകയും ചെയ്തു. വണ്ടിയുടെ ബുക്കും പേപ്പറും 6000 രൂപയും ഒരു പെട്ടി മീനും ബൈക്കിനോടൊപ്പം കത്തിയമർന്നു. മൈക്രോ ഫിനാൻസ് രംഗത്തെ സേവന മികവുമായി തൃശൂർ ആസ്ഥാനമായുള്ള ഇസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്കുകളുടെ പട്ടികയിലേക്ക് ചുവടുവെക്കുകയാണ്. സമൂഹത്തിന്റെ താഴെത്തട്ടിലേക്ക് ബാങ്കിംഗ് സേവനം എത്തിക്കുന്നതിന്റെ ഭാഗമായാണ് സ്മോൾ ഫിനാൻസ് ബാങ്ക് അഥവാ ചെറു ബാങ്കുകൾ എന്ന ആശയം റിസർവ് ബാങ്ക് നടപ്പാക്കുന്നത്. മൊത്തം വായ്പയുടെ പ്രധാന പങ്ക് കൃഷി, സ്വയം തൊഴിൽ, അസംഘടിത മേഖലയിലെ സംരംഭങ്ങൾ എന്നിങ്ങനെ താഴെത്തട്ടിലുള്ളവർക്ക് വായ്പാ സഹായം നൽകുക എന്നതാണ് സ്മോൾ ഫിനാൻസ് ബാങ്കുകളുടെ പ്രവർത്തന രീതി. കേരളത്തിൽ നിന്നും സ്മോൾ ഫിനാൻസ് ബാങ്കിന് അനുമതി ലഭിച്ച ഏക പ്രസ്ഥാനം ഇസാഫാണ്. 23 വർഷമായി തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇസാഫ് മൈക്രോ ഫിനാൻസിന്റെ പ്രവർത്തന രീതിക്കും പാവപ്പെട്ടവർക്കിടയിൽ ഇസാഫ് നടത്തിക്കൊണ്ടിരിക്കുന്ന ബഹുമുഖമായ സേവനങ്ങൾക്കുള്ള അംഗീകാരം കൂടിയായാണ് റിസർവ് ബാങ്ക് ഇസാഫിനെ സ്മോൾ ഫിനാൻസ് ബാങ്ക് അനുവദിച്ചിട്ടുള്ളതെന്ന് ഇസാഫ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ K പോൾ തോമസ് അഭിപ്രായപ്പെട്ടു. ചെറുകിട ബാങ്കിൻ്റെ കാര്യത്തിലാണെങ്കിൽ 72 അപേക്ഷകരുണ്ടായിരുന്നു. കേരളത്തിൽ നിന്ന് ഇസാഫ് മാത്രം അതിന് പരിഗണിക്കപ്പെട്ടു എന്നുള്ളതിൽ ഞങ്ങൾക്ക് അതിയായിട്ടുള്ള സന്തോഷമുണ്ട്. 18 മാസത്തിനുള്ളിൽ ബാങ്ക് പ്രവർത്തനം ആരംഭിക്കണം. ചെറുകിട കച്ചവടക്കാർ, ചെറുകിട വ്യാപാരികൾ, മൈക്രോ സംരംഭങ്ങൾ, കർഷകർ ഒക്കെ ആയിരിക്കും ഞങ്ങളുടെ പ്രധാനമായിട്ടും ഞങ്ങൾ സേവനം കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. 9 സംസ്ഥാനങ്ങളിലായി 74 ജില്ലകളിൽ 8 ലക്ഷത്തിലധികം ഗ്രാമീണ സ്ത്രീകൾക്ക്
224 ബ്രാഞ്ചുകളിലൂടെ സാമ്പത്തിക സേവനം നടത്തിവരുന്ന ഇസാഫിന്റെ സ്മോൾ ഫിനാൻസ് ബാങ്ക് 18 മാസങ്ങൾക്കുള്ളിൽ പ്രവർത്തനം ആരംഭിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ന്യൂസ് ഡെസ്ക് TCV. കോയമ്പത്തൂർ എറണാകുളം പാസഞ്ചറിന്റെ എഞ്ചിനിൽ തീ കണ്ടതിനെ തുടർന്ന് ട്രെയിൻ വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷന് സമീപം നിർത്തിയിട്ടു. ഇതേ തുടർന്ന് ഈ റൂട്ടിലൂടെയുള്ള ട്രെയിൻ ഗതാഗതം 2 മണിക്കൂർ നേരം തടസ്സപ്പെട്ടു. ഷൊർണൂരിൽ നിന്ന് എഞ്ചിൻ എത്തിച്ച് തകരാർ പരിഹരിച്ചാണ് ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിച്ചത്. കുളിമുറി ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി മാള സ്വദേശിനിയായ യുവതിയിൽ നിന്ന് 40 പവന്റെ ആഭരണങ്ങളും 2 ലക്ഷം രൂപയും തട്ടിയെടുത്തു. വിവാഹിതയായ യുവതിയിൽ നിന്നാണ് പലപ്പോഴായി ആഭരണങ്ങളും പണവും തട്ടിയെടുത്തത്. ഭീഷണി തുടർന്നതിനെ തുടർന്ന് ഭർത്താവിനോട് യുവതി വിവരങ്ങൾ പറഞ്ഞ് പോലീസിൽ പരാതി നൽകുകയായിരുന്നു. യുവതിയുടെ കുടുംബവുമായി അടുപ്പമുണ്ടായിരുന്ന യുവാവാണ് പ്രതി. കുളിമുറിയിലെ ദൃശ്യങ്ങൾ കൂടാതെ കിടപ്പറയിലെ ദൃശ്യങ്ങളും പകർത്തിയിട്ടുണ്ടെന്നും ഇവയെല്ലാം പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് കൂടുതൽ ആഭരണങ്ങളും പണവും ആവശ്യപ്പെട്ടത്. പരാതിയെ തുടർന്ന് മുങ്ങിയ പ്രതിക്കായി മാള പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. 70ഓളം ക്ഷേത്ര കവർച്ചാ കേസുകളിൽ പ്രതിയായ യുവാവിനെ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള ഷാഡോ പോലീസ് അറസ്റ്റ് ചെയ്തു. ചിയാരം സ്വദേശി മുരളിയാണ് അറസ്റ്റിലായത്. കൊടകര കുന്നത്ത് തൃക്കോവിൽ ശിവക്ഷേത്രത്തിലെ വഴിപാട് സ്വർണവും പണവും മോഷ്ടിച്ച കേസിലാണ് പ്രതിയെ പിടികൂടിയത്. 2014 ഒല്ലൂർ ത്രൈലോക്യമംഗലം ക്ഷേത്രത്തിലെ തിരുവാഭരണം മോഷ്ടിച്ച കേസിൽ അറസ്റ്റിലായി തടവ് കഴിഞ്ഞിറങ്ങിയതിനു ശേഷമാണ് വീണ്ടും മോഷണം നടത്തിയത്. രാജീവ് ഗാന്ധി പഠന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ തൃശൂരിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും ചിത്രം ആലേഖനം ചെയ്ത സ്റ്റാമ്പ് പിൻവലിക്കാനുള്ള കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ചായിരുന്നു ധർണ. DCC ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. KSU ജില്ലാ പ്രസിഡന്റ് ശോഭ സുബിൻ അധ്യക്ഷത വഹിച്ചു. സജി പോൾ, സുനിൽ വൈലോപ്പിള്ളി, ജെലിൻ ജോൺ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇന്ത്യൻ സൊസൈറ്റി ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷന്റെ സംസ്ഥാനതല കൺവെൻഷൻ വിവിക്ത 2015 തൃശൂരിൽ തുടക്കമായി. ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ 2 ദിവസമായി സംഘടിപ്പിക്കുന്ന കൺവെൻഷൻ വിക്രം സാരാഭായ് സ്പേസ് സെന്റർ ഡയറക്ടർ ഡോക്ടർ K. ശിവൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമങ്ങളും നഗരങ്ങളും തമ്മിലുള്ള അന്തരം കുറയ്ക്കാൻ സാങ്കേതിക രംഗത്തെ എങ്ങനെ വളർച്ച ഉപയോഗപ്പെടുത്താമെന്നതാണ് ഇത്തവണത്തെ കൺവെൻഷന്റെ മുഖ്യ വിഷയം. സംസ്ഥാനത്തെ 60ഓളം എഞ്ചിനീയറിംഗ് കോളേജുകളും പോളിടെക്നിക് കോളേജുകളും കൺവെൻഷനിൽ പങ്കെടുക്കുന്നുണ്ട്. ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ KP ഇന്ദിരാദേവി ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പ്രൊഫസർ CP സുനിൽകുമാർ, പ്രൊഫസർ BB ബിനോയ്, ഡോക്ടർ B. അനിൽ, പ്രൊഫസർ MM കുര്യാക്കോസ്, പ്രൊഫസർ T. കൃഷ്ണകുമാർ, PP നന്ദൻ, ഹരികൃഷ്ണവർമ്മ എന്നിവർ പങ്കെടുത്തു. വിദ്യാർത്ഥികൾക്കായി വിവിധ മത്സരങ്ങൾ, പ്രബന്ധാവതരണം, സംവാദം എന്നിവയും വിവിക്ത 2015ന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. കവർച്ചാ ശ്രമക്കേസിലെ പിടികിട്ടാപ്പുള്ളിയെ LP സ്ക്വാഡ് പിടികൂടി. എടപ്പാൾ സ്വദേശി കൊട്ടിലിൽ ഇർഷാദാണ് അറസ്റ്റിലായത്. 2005 ശക്തൻ മാർക്കറ്റിൽ ഉല്ലൂക്കര സ്വദേശിയെ തടഞ്ഞു നിർത്തി പണം കവർന്ന കേസിൽ ഇയാളെ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചിരുന്നു. സീനിയർ CPO സാജ്, CPO വിനു കുര്യാക്കോസ് എന്നിവരാണ് പ്രതിയെ പിടികൂടിയത്. ട്രെയിൻ യാത്രയ്ക്കിടെ കൊല്ലപ്പെട്ട സൗമ്യയുടെ ഓർമ്മയ്ക്കായി നട്ട മരം സാമൂഹിക വിരുദ്ധർ നശിപ്പിച്ചു. സൗമ്യയുടെ ഓർമ്മയ്ക്കായി സൗമ്യയുടെ അമ്മ സുമതി ചെറുതുരുത്തിയിൽ കലാമണ്ഡലത്തിന്റെ മുന്നിലായി നട്ട ചെമ്പകമരമാണ് നശിപ്പിച്ചത്. സൗമ്യയുടെ കഴിഞ്ഞ ജന്മദിനമായ ഓഗസ്റ്റ് 19 യുവകലാ സാഹിതി ചേലക്കര മേഖലാ കമ്മിറ്റിയുടെ സഹായത്തോടെയാണ് മരം നട്ടിരുന്നത്. തുടർന്ന് ഇതിനു ചുറ്റും ഇരുമ്പുവേലിയും നിർമ്മിച്ചിരുന്നു. ഈ മരത്തിന് തൊട്ടടുത്തുള്ള തണൽ മരങ്ങളൊന്നും നശിപ്പിച്ചിട്ടില്ല. യുവകലാ സാഹിതി ചേലക്കര മേഖലാ കമ്മിറ്റി സെക്രട്ടറി കലാമണ്ഡലം അനീഷ് ചെറുതുരുത്തി പോലീസിൽ ഇത് സംബന്ധിച്ച് പരാതി നൽകി. മദ്യപിച്ച് പൊതുസ്ഥലത്ത് ബഹളം വെച്ച കേസിൽ പിടികിട്ടാപ്പുള്ളിയായ പ്രതിയെ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള ഷാഡോ പോലീസ് പിടികൂടി. കട്ടിലപ്പൂവം പുല്ലങ്കണ്ടം സ്വദേശി കളപ്പുറത്ത് ഷിബുവാണ് അറസ്റ്റിലായത്. LP സ്ക്വാഡ് അംഗങ്ങളായ സീനിയർ CPO ലിപ്സൺ, CPO പ്രദീപ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത്. കേരള ലോട്ടറിയുടെ കാരുണ്യ പ്ലസ് നറുക്കെടുപ്പിൽ കൊടകര പഞ്ഞപ്പള്ളി മനപ്പടിയിലെ കൂലിപ്പണിക്കാരനായ യുവാവ് 1ാം സമ്മാനത്തിന് അർഹനായി. മനപ്പടി കണ്ടോളി വീട്ടിൽ ഉണ്ണികൃഷ്ണനെയാണ് ഭാഗ്യദേവത കടാക്ഷിച്ചത്. സമ്മാനാർഹമായ ടിക്കറ്റ് കല്ലേറ്റിങ്ങരയിലെ ലോട്ടറി ഏജന്റായ ജെയ്സണിൽ നിന്നാണ് വാങ്ങിയത്. 4 സെന്റിലുള്ള കൊച്ചുവീട്ടിൽ ദാരിദ്ര്യം നിറഞ്ഞ ചുറ്റുപാടിലാണ് ഉണ്ണികൃഷ്ണന്റെ ജീവിതം. സ്വന്തമായി ഒരു വീടുണ്ടാക്കണമെന്നാണ് ഉണ്ണികൃഷ്ണന്റെ ആഗ്രഹം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പൗരസ്ത്യ കൽദായ സുറിയാനി സഭയുടെ 121ാം പാത്രിയാർക്കീസായി ഇറാഖ്, റഷ്യ രാജ്യങ്ങളുടെ മെത്രോപൊലിത്ത മാർ ഗീവർഗീസ് ലിവിയെ തെരഞ്ഞെടുത്തു. പട്ടാഭിഷേക ചടങ്ങുകൾ ഈ മാസം 27 ഇറാഖിലെ എർബിലിനിൽ. തന്നെ തെറ്റായി വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്ന കോൺഗ്രസുകാർ മലർന്നു കടന്ന് തുപ്പുകയാണെന്ന് സഹകരണ വകുപ്പ് മന്ത്രി CN ബാലകൃഷ്ണൻ. പാർട്ടിക്ക് ദോഷമുണ്ടാക്കുന്ന യാതൊന്നും താൻ ചെയ്തിട്ടില്ലെന്നും മന്ത്രി. തൃശൂരിലെ കോൺഗ്രസ് ഗ്രൂപ്പ് തർക്കം തീർക്കാൻ അങ്കമാലിയിൽ യോഗം ചേർന്നത് KPCC നേതൃത്വത്തിന്റെ അറിവോടെ. പ്രസിഡന്റ് VM സുധീരൻ വിട്ടുവീഴ്ചയ്ക്കൊരുങ്ങിയത് ഗ്രൂപ്പ് തർക്കം തീർക്കാൻ.
പട്ടിക്കാട് സെന്ററിൽ CN ജയദേവൻ MPയുടെ നേതൃത്വത്തിൽ ഏകദിന സത്യാഗ്രഹ സമരം നടത്തി. മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാതയുടെ പുനർനിർമ്മാണം വൈകുന്നതിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം. സാമൂഹിക പ്രശ്നങ്ങളിൽ ഇടപെടുകയും പ്രതികരിക്കുകയും ചെയ്യുന്നതാണ് ശരിയായ ജീവിതമെന്ന് സാമൂഹിക പ്രവർത്തക ദയാബായ്. സാമൂഹിക പ്രശ്നങ്ങൾക്ക് നേരെ മലയാളികൾ മുഖം തിരിക്കുകയാണെന്നും ദയാബായ്. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.